ഏറ്റവും പ്രധാനം അജിംഷാദ് ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എല്ലായ്പ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ സഹകരണ ബാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ അത് CPIഎമ്മിനെതിരെ ഇടതുപക്ഷത്തിനെതിരെയുള്ള വലിയൊരു ആയുധമാക്കി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ പലപ്പോഴും യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അപ്പോൾ പ്രേക്ഷകരൊക്കെയും പറയുന്നത് ഈ നിലയിൽ തന്നെ ഇവിടെ ആരോപണ വിധേയരായത് കോൺഗ്രസ് നേതൃത്വമായതുകൊണ്ട്, കോൺഗ്രസ് എന്ന പാർട്ടി ആയതുകൊണ്ട് പല മാധ്യമങ്ങളും ഈ വാർത്ത ആ നിലയിൽ പരിഗണനയോടുകൂടി കൊടുക്കുന്നു പോലുമില്ല എന്ന് പ്രേക്ഷകരൊക്കെ ഇപ്പോൾ വിമർശനമായി ഉന്നയിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ബഷീർ ചോദിക്കുന്നു, ഒരിക്കൽ കൂടി അപ്ഡേഷൻ നോക്കാം. അനൂപ്, എന്താണ് IC ബാലകൃഷ്ണൻ പറഞ്ഞത്? ആരോപണ വിധേയനായ MLA രണ്ട് പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് അജിംഷാദ്. ഇപ്പോൾ ഒന്ന് DCC പ്രസിഡന്റ് ND അപേക്ഷിച്ചതാണ്, മറ്റൊന്ന് ഈ ആരോപണങ്ങൾ നേരിട്ട് എതിരെ വന്ന IC ബാലകൃഷ്ണൻ MLA, ബത്തേരി MLA ആണ് ഇത് സംബന്ധിച്ച് രണ്ട് പ്രതികരണങ്ങൾ നടത്തിയത്. ND അപേക്ഷൻ DCC പ്രസിഡന്റ് പറഞ്ഞത് ഇത് സംബന്ധിച്ചുള്ള സമഗ്ര അന്വേഷണം നടത്തണമെന്നാണ്. ഇതിന് ഏതെങ്കിലും വിധത്തിലുള്ളൊരു പ്രശ്നമുണ്ടെന്ന് എന്നെ അത് ചെയ്യാൻ തന്നോട് പറഞ്ഞിട്ടില്ല. ഈ സംബന്ധിച്ച് പാർട്ടിക്ക് അറിവുള്ളതല്ല. അതുകൊണ്ട് ഇത് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ മരണത്തിന് പിന്നിൽ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണം. KPCC നേരിട്ട് അന്വേഷിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. രണ്ട്, IC ബാലകൃഷ്ണൻ MLA ഇപ്പോൾ പറയുന്നത് തനിക്കെതിരെ ഉയരുന്ന ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ വ്യാജമാണ്. ഇത് 2021 കൈരളി ന്യൂസ് ഈ സംഭവങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ അന്ന് പുറത്തുവിട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം KPCC നടത്തിയിരുന്നു. എന്നാൽ അതിൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. KPCC നേതൃത്വം നേരിട്ടാണ് ബത്തേരി അർബൻ ബാങ്കിലെ ഈ വിഷയങ്ങൾ സംബന്ധിച്ച് ആ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയത്. എന്നാൽ അതിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഇപ്പോൾ വന്നിട്ടുള്ള ഈ രേഖകൾ വ്യാജമാണ്, തനിക്കെതിരെ മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കുന്നതാണ്, ഇതിൽ ഒരു അടിസ്ഥാനവുമില്ല, ഈ വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണ്. ഈ ഇപ്പോൾ പുറത്തു വന്ന രേഖകളും അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും സംബന്ധിച്ച് വിശദമായ അന്വേഷണം. അപ്പോൾ IC ബാലകൃഷ്ണൻ ഈ ആരോപണം തള്ളുകയാണ്. സ്വാഭാവികമായി ആരോപണ വിധേയൻ എന്ന നിലയിൽ അത് തള്ളും. പക്ഷേ 21 മുതലുള്ള തെളിവുകൾ, അത് കൈരളി ന്യൂസ് പുറത്തുവിട്ടതാണ്, KR അനൂപ് തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്തത്. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്നത് CPIM ഇതിനെ കൃത്യമായി പ്രതിഷേധങ്ങളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കാനായി ഇറങ്ങുന്നു എന്നുള്ളതാണ്. കാരണം MLA ഓഫീസിലേക്ക് അടക്കം മാർച്ച് ആസൂത്രണം ചെയ്തു CPIM, അല്ലേ? അതെ. ഇപ്പോൾ IC ബാലകൃഷ്ണൻ പറയുന്നത് ഇത് വ്യാജ ആരോപണമാണ്, ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ പോലീസ് മേധാവിക്ക് പരാതി നൽകുമെന്നാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്ന ഉൾപ്പെടെ നടപടികളിലേക്ക് കടക്കുമെന്നാണ് IC ബാലകൃഷ്ണൻ പറയുന്നത്. ഇതിനിടെയാണ് CPM ഈ വിഷയത്തിൽ ഇടപെടുന്നത്. CPM നേരത്തെ തന്നെ ഇത്തരത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഏതായാലും IC ബാലകൃഷ്ണൻ MLAക്ക് നേരിട്ട് പങ്കുള്ള ഒരു വിഷയം എന്ന രീതിയിൽ ഇത് ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ MLAയുടെ പങ്കിനെ കുറിച്ചുള്ള അന്വേഷണം കൂടി നടത്തണം. ഇതിൽ സംബന്ധിച്ച് ദുരൂഹത നീക്കണം എന്നാണ് CPM ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് MLAയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് തിങ്കളാഴ്ച സംഘടിപ്പിക്കാനും CPM തീരുമാനിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിലൂടെ NM വിജയന്റെയും ഇത്തരത്തിൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്ന മകന്റെയും ദാരുണമായ മരണത്തിന് പിന്നിലുള്ള ഘടകങ്ങൾ കണ്ടെത്തണം. അതിനുവേണ്ടിയുള്ള വിശദമായ അന്വേഷണം നടത്തണം CPM ആവശ്യപ്പെടുന്നത്. ശരി, അനൂപ് KR ആണ് ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി നൽകിയത്. IC ബാലകൃഷ്ണൻ അടക്കം പ്രതികരിക്കേണ്ടി വരുന്നു. 2021 മുതലുള്ള പരാതിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് സിദ്ധ. പക്ഷേ അതേ സംബന്ധിച്ച് ഇപ്പോഴാണ് സമഗ്ര അന്വേഷണം IC ബാലകൃഷ്ണൻ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്.